കടലമാവായിട്ടുണ്ടായിരുന്നത് അത് കടലമാവ് കോമൺ അല്ലെന്ന് പറഞ്ഞോ. അത് കോമൺ അല്ല. അങ്ങനെയല്ല ലാലേട്ടാ. അനുമോൾ ഒരു ദിവസം തന്നെ ഫുഡിന്റെ കാര്യത്തിന് പല ആൾക്കാരോട് പല നിലപാടെടുക്കുന്നതിനോട് യോജിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ ഒരു നിലപാട്, ഉച്ചയ്ക്ക് ഒരു നിലപാട്, വല്ലാത്തൊരു നന്മവരം പൂത്ത രാവിലെ ഒരു നിലപാട്, വൈകിട്ട് ഒരു നിലപാട്, അങ്ങനെ മൊത്തത്തിൽ നിലപാടുകളാണ് ഈ പറയുന്ന അനുവിനായിക്കോട്ടെ, അനീഷിനായിക്കോട്ടെ, ഷാനവാസിനായിക്കോട്ടെ. ഇങ്ങനെ ഇവർക്ക് മാത്രമായിട്ട് പ്രത്യേകതരം നിയമമാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണിലുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ആര്യൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടും ആ പറയുന്ന ഒരു ടാസ്കില്, ആ കോയിന്റെ ടാസ്കില്, സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന ആ ടാസ്കിന്റെ അകത്ത് കോയിൻ അവന് പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? ആദ്യം കുറെ എണ്ണം സ്ക്രാച്ച് ചെയ്ത് എടുത്തിട്ട് അവൻ പോക്കറ്റിൽ വെച്ചു. ഓക്കെ, ഇത് കണ്ടുപിടിച്ചിട്ട് ഇത് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറയുകയാണ്, ആദിലയുടെ കയ്യിലിരുന്ന ആ കളർ കോയിൻ കണ്ടതുകൊണ്ട് ഞാൻ അത്രയും കോയിൻ എടുത്ത് മാറ്റിയെന്ന്. എന്നാൽ അനീഷ് അവിടെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഈ പറയുന്ന ആര്യൻ അത് ചുരണ്ടി നോക്കിയിരുന്നു എന്നിട്ടാണ് എടുത്തു വെച്ചത്. നമ്മളും കണ്ടതാണ് ഇവന്റെ അവിടെ കിടന്നുള്ള ഓരോ കളികള്. പിന്നെ ഇന്നലെ ലാലേട്ടൻ വന്ന് പറഞ്ഞു, ഒരു കോയിൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ആരാണെന്ന് നിങ്ങൾ പറ, ആരായാലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറ എന്ന രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നു. ആരും പറയുന്നില്ല. ഈ പറയുന്ന ബിഗ് ബോസും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോയിൻ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അതും ആരും എടുത്തിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാൽ ആ ഒരു കോയിൻ ഒളിപ്പിച്ചത് ആ വീട്ടിലെ കള്ളൻ, വെറും കള്ളൻ, പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും മാനിപ്പുലേഷൻ ചെയ്യുന്നതും മറ്റുള്ളവരെ തരം താഴ്ത്തുന്നവനുമായിട്ടുള്ള ആര്യൻ കള്ളനാണ് അടിച്ചു മാറ്റിയത്. അവൻ തന്നെ ആ ഒരു കോയിൻ എടുത്തിട്ട് സോഫയുടെ കീഴിലേക്ക് കയറ്റി വെക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ആ വീഡിയോ ഞാൻ തെളിവ് കാണിച്ചില്ലായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആ ഒരു തെളിവ് കാണിച്ചു തരാം. ഇവന് കാണിച്ച ഈ ഒരു പോക്രിത്തരം ലാലേട്ടൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ലാലേട്ടൻ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട്, എടാ നീ ചെയ്തത് ഇത് ചെയ്തത് ആര്യനാണെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പേരുടെ മുമ്പിൽ എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല? അത് അനുവോ അനീഷോ ഷാനവാസോ ആയിരുന്നു എങ്കിൽ എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ പറയുന്ന ലാലേട്ടനും ഈ ബിഗ് ബോസ് ടീമും അവരെ ഇട്ട് പൊരിച്ചേനെ. എന്തിനേറെ പറയുന്നു, ഇന്നും അനുമോളെ വേട്ടയാടുകയാണ്. എന്തിന്? ആ ദോശ ഉണ്ടാക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെക്കാട്ടിൽ ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ പറയുന്ന കോയിൻ അടിച്ചു മാറ്റി വെച്ചത്. ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അത് ഒരു പണിയാണ്. ആ പണി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ജയിലിലേക്ക് വിടുന്ന ഒരു പണി. എന്നിട്ട് ആ നിരപരാധിയായിട്ടുള്ള അനീഷിനെ ജയിലിലേക്ക് വിടുന്നു. ഇതെന്ത് ന്യായമാണ്? നിങ്ങൾ ഒരു കാര്യം ഈ പറയുന്നവർക്ക് കപ്പ് കൊടുത്ത് നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തോ? പ്രേക്ഷകരെ എന്തിനാ നിങ്ങൾക്ക്? പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ലാലേട്ടൻ പിന്നെയും വന്ന് പറഞ്ഞല്ലോ, പ്രേക്ഷകർ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. അപ്പൊ പ്രേക്ഷകരെ വേണം, സാധാരണക്കാരെയും വേണം. ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നിങ്ങൾ കാട്ടിവെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതിന് പ്രേക്ഷകർ വേണ്ട, അല്ലേ? എന്തായാലും പ്രേക്ഷകരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. ഇവൻ കാണിക്കുന്ന ആ ഒരു പോക്കൃത്തരം നിങ്ങൾ കാണണം. കാരണം ഇത് കാണാതെ പോകരുത്. ഇതെന്തുവാ ഇത്? നമ്മളൊക്കെ പൊട്ടന്മാരാ? അല്ലല്ലോ. ഇവന് മാത്രം എല്ലാം ആകാം. ബാക്കിയുള്ളവർക്ക് ഒന്നും ആകത്തില്ല. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവരെ എടുത്ത് അന്നത്തെ ദിവസം മസാല ഇട്ട് ഫ്രൈ ചെയ്യും ലാലേട്ടൻ. എന്നാൽ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്ത ഇവനെ ഒരു കാര്യവും അല്ല, ഒരു കാര്യത്തിൽ പോലും അവന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയോ അവനെ ഒന്നും പറയുകയോ ചെയ്തില്ല. അതാണ് അതിന്റെ ഒരു പോയിന്റ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് കണ്ടോ നിങ്ങൾ? അവൻ ആ പോക്കറ്റിൽ നിന്ന് ആ കോയിൻസുകൾ എടുത്തതിന് ശേഷം അവൻ നോക്കിയതിന് ശേഷം അവൻ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ അതിന്റെ അകത്തുനിന്ന് ഒരു കോയിൻ എടുത്തിട്ട് അവൻ ആ സോഫയുടെ കീഴിലേക്ക് കയറ്റി വെക്കുന്നുണ്ടോ? കണ്ടോ? നിങ്ങൾ കണ്ടു നോക്ക്, കൃത്യമായിട്ട് കണ്ടു നോക്ക്. എന്നിട്ട് ബാക്കിയുള്ള കോയിനുകൾ എടുത്ത് 4 കോയിൻ എടുത്ത് അവന്റെ പുറകിലത്തെ ആ പോക്കറ്റിലേക്ക് തിരികെ കയറ്റുന്നു. ഇവനാണ് കള്ളൻ. ഇവൻ അവിടെ ചെയ്ത ഈ ഒരു തെറ്റ് എന്തുകൊണ്ട് ബിഗ് ബോസ് ചൂണ്ടിക്കാണിക്കുന്നില്ല, വീഡിയോ കാണിച്ചു കൊടുക്കുന്നില്ല? എന്തിനാണ് ഇവരെ മാത്രം നിങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ചോണ്ട് വരുന്നത്? അനുമോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കി ആ കൊച്ചിനെ അടിച്ച് താഴെ ഇരുത്തും. അനീഷ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അനീഷിനെ അടിച്ച് താഴെയിടും. ഷാനവാസ് എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ച് താഴെയിടും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അക്ബറിനെ ആര്യനെയും ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല? ഏറ്റവും വലിയ ഒരു ടാസ്കിന്റെ ഇടയിൽ ഗുരുതരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കാണിച്ച ആ ഒരു ചെറുക്കൻ, ഈ പറയുന്ന ആര്യൻ, ഈ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ലേ? ആരും ഒളിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ലാലേട്ടൻ വന്ന് പറഞ്ഞു, എന്നിട്ടും ആരും മിണ്ടിയില്ലേ? എന്നാൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കരുതോ? എന്തുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നില്ല? അതാണ് പറഞ്ഞത് ഫേവറിസം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ കളിക്കുന്നത് ആരിനൊരു കപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന അക്ബറിനൊരു കപ്പ് എന്നുള്ള ഒരു പദ്ധതിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. എന്നാൽ പ്രേക്ഷകർ ഇത് വിട്ടു തരുമെന്ന് നിങ്ങൾ ഒരു കാരണവശാലും വിചാരിക്കേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഇത് പറയാൻ എന്തോ TRP കൂട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോയിനെ ഇതാക്കാൻ വേണ്ടി ഈ പറയുന്ന അനീഷിനെയും അനുമോളെയും ഈ ഷാനവാസിനെയൊക്കെ കരുവാക്കിക്കൊണ്ട്
നിങ്ങൾ ഇത് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. ആര്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആര്യന്റെ ആ ഒരു വീഡിയോ അവിടെ കാണിച്ചിട്ട് എടാ നീ ഇത് ചെയ്തത്, അടുത്ത ആഴ്ച നീ ഡയറക്റ്റ് ജയിലിലേക്ക് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുക. അതല്ലാതെ ഒരു നേർച്ചക്കോഴിയുണ്ട് അനീഷ്, എന്ത് പറഞ്ഞാലും അനീഷിനെ ജയിലിലേക്ക്, പിന്നെ വേറൊരു നേർച്ചക്കോഴിയുള്ളത് അനുമോളും ജയിലിലേക്ക്. ഇതല്ലാതെ അവിടെ എന്തുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് പറയാം. എൻ്റെ പോലും പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും